എക്സാം വ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബികോം BBA 5th സെമസ്റ്റർ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2014 മുതൽ 2019 വരെയുള്ള ഓരോ മൊഡ്യൂൾ ബേസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. 2016 2019 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്യാനുള്ളത്. 2 ഡെഫിനിഷൻ ഉണ്ട്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഒന്ന് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകുക. അക്കോർഡിംഗ് ടു റോബർട്ട് ആൻ്റണി, management accounting concerned with accounting information which is useful to management. അഥവാ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ് മാനേജ്മെന്റിന് ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങളും മറ്റും സപ്ലൈ ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്? ഈ ചോദ്യം 2016 2 മാർക്കിന് ചോദിച്ചതാണ്. നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഈസ് ആൻ അക്കൗണ്ടിംഗ് ടെക്നിക് യൂസ്ഫുൾ ടു മാനേജ്മെന്റ് in discharging its functions such as planning, decision making and controlling. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ ജോലികളായിട്ടുള്ള പ്ലാനിങ്ങും ഡിസിഷൻ മേക്കിങ്ങും കൺട്രോളിങ്ങും ഒക്കെ ചെയ്തു തീർക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിംഗ് ടെക്നിക്കാണ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, മാനേജ്മെന്റിനെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പ്രാപ്തമാക്കുന്ന ഒരു അക്കൗണ്ടിംഗ് സിസ്റ്റമാണ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്നതാണ്. 2016 4 മാർക്കിന്റെ ചോദ്യമായിരുന്നു 2016. പരിമിതികളെ കുറിച്ചാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഒന്നാമത്തെ പരിമിതിയാണ് സബ്ജക്റ്റിവിറ്റി ഇൻ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അഥവാ വ്യക്തികള് പക്ഷപാതം കാണിക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. ഓരോ റേഷ്യോസോ അനാലിസിസോ എടുത്തു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളും അവർക്ക് അനുസൃതമായിട്ട് വളച്ചൊടിക്കുവാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. അഥവാ നിഷ്പക്ഷമായിട്ടുള്ള ഒരു നിരീക്ഷണമായിരിക്കണമെന്നില്ല മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഉപയോഗിക്കുന്നതിലൂടെ നടക്കുന്നത്. രണ്ടാമത്തെ ലിമിറ്റേഷൻ ആണ് ബേസ്ഡ് ഓൺ ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് റെക്കോർഡ്സ്. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഉപയോഗപ്പെടുത്തണമെങ്കിൽ അതിന് അടിസ്ഥാനമായിട്ട് ഉപയോഗിക്കുന്ന ഡേറ്റ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും ഒക്കെയാണ്. സ്വാഭാവികമായിട്ടും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെയും പരിമിതികൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനും ബാധകമാകും. ഉദാഹരണത്തിന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഒക്കെ പാസ്റ്റ് ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും മറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് കറണ്ട് ആയിട്ടുള്ള പ്രൈസോ മറ്റോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനും കോസ്റ്റ് അക്കൗണ്ടിങ്ങിനും കുറേ പരിമിതികളുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നതിനാൽ, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ വർക്കുകളും മറ്റും ചെയ്യുന്നതിനാൽ, ക്യാഷ് ഫ്ലോയും ഫണ്ട് ഫ്ലോയും റേഷ്യോസും ഒക്കെ കണ്ടുപിടിക്കുന്നതിനാൽ അതിൻ്റെ പരിമിതികൾ ഇതിനെയും സ്വാധീനിക്കാം. മൂന്നാമത്തെ ലിമിറ്റേഷൻ ആണ് ലാക്ക് ഓഫ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി റിലേറ്റഡ് സബ്ജക്റ്റ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ ആണ് ലാക്ക് ഓഫ് നോളജ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഓരോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കുന്നതിന് ഒരുപാട് നോളജ് ആവശ്യമാണ്. അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ഇതിലെ കാര്യങ്ങൾ അനാലിസിസ് ചെയ്യാനും ഇന്റർപ്രിട്ടേഷൻ നടത്തുവാനും സാധിക്കുക. എല്ലാവർക്കും കഴിയുകയില്ല. അതുകൊണ്ട് അവിടെ സ്പെഷ്യലൈസ്ഡ് നോളജ് വേണം. നാലാമത്തതാണ് പ്രൊവൈഡ്സ് ഓൺലി ഡേറ്റ.
നമുക്കൊരു ഫൈനൽ റിസൾട്ടോ അല്ലെങ്കിൽ ഡിസിഷനോ ആയിട്ടല്ല മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് ഇൻഫർമേഷൻസ് സപ്ലൈ ചെയ്യുന്നത്. അതൊരു റോ ഡേറ്റ ആയിരിക്കും. അഥവാ അതിനെ എന്ത് ചെയ്യണം, വിശദമായിട്ടുള്ള അർത്ഥങ്ങൾ നൽകിക്കൊണ്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു മാനേജർ സ്വയം എന്ത് ചെയ്യണം, തീരുമാനം എടുക്കണം. അപ്പൊ ജസ്റ്റ് ഡേറ്റ മാത്രം, ഇൻഫർമേഷൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ എന്ത് ചെയ്യണം, മാനേജർമാര്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഹാൻഡിൽ ചെയ്യുന്നവർ തന്നെ എന്ത് ചെയ്യണം, തീരുമാനങ്ങളും മറ്റും എടുക്കണം. നെക്സ്റ്റ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് ഓൺലി എ ടൂൾ. ഒരു മാനേജർക്ക് ഒരുപാട് ടൂളുകളുണ്ട്. അഥവാ ഓപ്പറേഷൻ റിസർച്ച് ഉപയോഗിക്കാം, സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാം, അതുപോലെ സെയിൽസ്മാൻ്റെ ഇൻഫർമേഷൻ ഉപയോഗിക്കാം, ഗവൺമെന്റിന്റെ ഇൻഫർമേഷൻ ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് ഡേറ്റ സോഴ്സുകൾ ഒരു മാനേജർക്ക് തീരുമാനം എടുക്കാനുണ്ട്. അതിലൊരൊറ്റ ടൂൾ മാത്രമാണ് എന്തെന്ന് പറയുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അവസാനമായിട്ട് 2 പോയിന്റ് കൂടി. ഒന്നാണ് ഇനീഷ്യൽ സ്റ്റേജ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അതിന്റെ വളർച്ചയുടെ പ്രാരംഭ ഘട്ടത്തിൽ ആണ് എത്തി നിൽക്കുന്നത്. അഥവാ ഇത് പൂർണ്ണമായിട്ടും ഒരു ഡെവലപ്ഡ് സ്റ്റേജിലേക്ക് വന്നിട്ടില്ല. ഇനീഷ്യൽ സ്റ്റേജ് അഥവാ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് നിലകൊള്ളുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അവസാനമായിട്ട് കോസ്റ്റ്ലി. ഇതിന്റെ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മൾ പറഞ്ഞു മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇല്ലാത്ത ആളുകൾ, സ്പെഷ്യലൈസ്ഡ് അല്ലാത്ത ആളുകൾ അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രെയിനിങ്ങുകൾ നൽകണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിന്റെ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഇതൊക്കെയാണ് ഇതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. 4ാമത്തെ ചോദ്യമാണ്, discuss the various steps required for installation of management accounting system in an organization. ഈ ചോദ്യം 2015 4 മാർക്കിന് ചോദിച്ചതാണ്. ഈ ചോദ്യത്തിൽ ഉൾപ്പെടാവുന്ന ഒരു 10 സ്റ്റെപ്പുകൾ നമ്മൾ പറയുകയാണ്. അഥവാ ചോദ്യം ഇത്രയേ ഉള്ളൂ, മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരു ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെ സ്റ്റേജസ് ആണ്, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഒരു ഓർഗനൈസേഷൻ ഫോളോ ചെയ്യേണ്ടത്. 1ാമത്തെ സ്റ്റെപ്പാണ് പ്രിപ്പയർ ഓർഗനൈസേഷണൽ മാനുവൽ. അഥവാ ഒരു ഓർഗനൈസേഷനിലെ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കണം. അതോടൊപ്പം കമ്മ്യൂണിക്കേഷൻ ലൈനുകളും അവിടെ ഫിക്സ് ചെയ്യണം. അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അവിടെ തീരുമാനിക്കണം. 2nd സ്റ്റെപ്പാണ് അപ്പോയിൻമെന്റ് ഓഫ് എംപ്ലോയീസ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ചെയ്യേണ്ടതിനാവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെ അപ്പോയിന്റ് ചെയ്യുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ നൽകുകയുമാണ് ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്. 3ാമത്തെ സ്റ്റെപ്പാണ് ഫോംസും റിട്ടേൺസും ഒക്കെ പ്രിപ്പയർ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഓർഗനൈസേഷനിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അവ കളക്ട് ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള ഫോംസും റിട്ടേൺസും ഒക്കെ പ്രിപ്പയർ ചെയ്യുക എന്നതാണ് 3ാമത്തെ സ്റ്റേജ്. അക്കൗണ്ടുകളും മറ്റും ക്ലാസിഫിക്കേഷൻ നടത്തുക. അഥവാ ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്. അഥവാ കോസ്റ്റ് സെന്റർ, പ്രോഫിറ്റ് സെന്റർ, റവന്യൂ സെന്റർ തുടങ്ങിയതുപോലെയുള്ള ക്ലാസിഫിക്കേഷനും കോഡിഫിക്കേഷനും നടത്തുക. അടുത്തതാണ് സെറ്റിംഗ് കോസ്റ്റ് സെന്റേഴ്സ്. കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റോ ഒരു ലൊക്കേഷനോ ഒരു പേഴ്സണോ ഓർ അല്ലെങ്കിൽ ഒരു ഇക്വിപ്മെന്റോ അല്ലെങ്കിൽ ഒരു മെഷീനറിയോ ആകാം കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതെന്ത് ചെയ്യുക? സെറ്റ് ചെയ്യുക. കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൊക്കേഷൻ ആവാം, ഒരു പേഴ്സൺ ആവാം, ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആകാം. അതെന്ത് ചെയ്യുന്നു? കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നു. അത് സെറ്റ് ചെയ്യുക ഫോർ ദ പർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ. അടുത്ത സ്റ്റേജ് ആണ് ഇന്റഗ്രേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്ന് കോസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ വിവരങ്ങളും ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കുക. 7th സ്റ്റെപ്പാണ് ഇൻട്രൊഡ്യൂസിങ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് സിസ്റ്റം. ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരു ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരിക. അടുത്ത സ്റ്റെപ്പാണ് സെറ്റിംഗ് അപ്പ് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം. അഥവാ ബഡ്ജറ്ററി കൺട്രോൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ എക്സ്പെൻഡിച്ചർ ഇൻകവും ഒക്കെ എന്ത് ചെയ്യുന്നു? മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ബഡ്ജറ്റും ബഡ്ജറ്ററി കൺട്രോളും ഒക്കെ വരുന്നത്. അതെന്ത് ചെയ്യുക? സെറ്റപ്പ് ചെയ്യുക.
ഇതിലൂടെ നല്ല മികച്ച ഒരു പ്ലാൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. മാനേജർ എന്ത് ചെയ്യുന്നു? ഫ്യൂച്ചറിലുള്ള റവന്യൂസും എക്സ്പെൻസും ഒക്കെ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അടുത്ത സ്റ്റെപ്പാണ് യൂസ് ഓഫ് ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്ക്. നമ്മുടെ സാഹചര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരിസ്ഥിതി എന്ന് പറയുന്നത് എന്നും മാറ്റങ്ങൾക്ക് വിധേയമാണ്. മാറ്റമില്ലാത്തത് ഒന്നിന് മാത്രമാണ്. അതെന്തിനാണ്? മാറ്റത്തിന് മാത്രമാണ് മാറ്റമില്ലാത്തത്. അപ്പോൾ ഈ മാറ്റങ്ങൾ വരുന്ന അല്ലെങ്കിൽ മാറി വരുന്ന സാഹചര്യങ്ങളിൽ മാനേജ്മെന്റിനെ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്ന ഒരു ടൂളാണ് ഓപ്പറേഷൻ റിസർച്ച് ടെക്നിക്ക് എന്ന് പറയുന്നത്. അതും എന്ത് ചെയ്യുക? അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അവസാനമായിട്ട് ഫോർമുലേറ്റിംഗ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ടെക്നിക്ക്. വാട്ട് ഷുഡ് ബി ദ കോസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് കോസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അഥവാ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആക്ച്വൽ പെർഫോമൻസ് റെക്കോർഡ് ചെയ്ത് അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് വേരിയേഷനും മറ്റുമൊക്കെ മെഷർ ചെയ്യുന്നത് ഒരു ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതോടുകൂടി അതിൻ്റെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻസ്റ്റലേഷൻ സ്റ്റേജ് ഫുള്ളായി. ചില ടെക്സ്റ്റുകളിൽ 6 സ്റ്റേജും 7 സ്റ്റേജൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്ന രീതിയിൽ ഒരു 6-7 സ്റ്റെപ്പുകളായിട്ട് ഇത് പഠിച്ചിട്ട് പോവുക. അവസാനത്തെ ചോദ്യം ഒരു എസ്സേ ആണ്. വാട്ട് ഈസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്? എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഇത് 15 മാർക്കിന്റെ 2019 ചോദിച്ച ചോദ്യമാണ്. അഥവാ കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആയിട്ട് മീനിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ മീനിങ്ങും ഒരു ഡെഫിനിഷനും കൊടുത്ത് നമുക്കതിൻ്റെ സ്കോപ്പിലേക്ക് കിടക്കാവുന്നതാണ്. ഒന്നാമത്തെ സ്കോപ്പായിട്ട് വരുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അഥവാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളായിട്ടുള്ള ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലുള്ള ഇൻഫർമേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അസർടൈൻമെന്റുമായി ബന്ധപ്പെട്ടതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഡേറ്റയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഡേറ്റയും എവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്? മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മാനേജേഴ്സിന് ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മൂന്നാമതാണ് റീവാലുവേഷൻ അക്കൗണ്ടിങ് എന്ന് പറയും. അഥവാ മെഷീനറീസോ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റുകളൊക്കെ റീപ്ലേസ് ചെയ്യേണ്ടി വരുമ്പോൾ അതിൻ്റെ ഓവർ പ്രൈസിങ്ങും ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നത് റീവാലുവേഷൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നാലാമത്തതാണ് ബഡ്ജറ്ററി കൺട്രോൾ. ബഡ്ജറ്ററി കൺട്രോളിൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന എക്സ്പെൻഡിച്ചറും റവന്യൂവും മുൻകൂട്ടി തീരുമാനിച്ച് അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഡീവിയേഷൻസ് പഠിക്കുകയാണ് ബഡ്ജറ്ററി കൺട്രോളിൽ ചെയ്യുന്നത്. അടുത്തതാണ് ഇൻവെന്ററി കൺട്രോൾ അഥവാ സ്റ്റോക്ക് കൺട്രോൾ. നമ്മൾ ഒരു സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്ന ഇൻവെന്ററിയുടെ ലെവല് കുറച്ചുകൊണ്ട് മാക്സിമം അതിൻ്റെ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂൾസ് ആൻഡ് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അഥവാ EOQ, അതുപോലെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ABC കോസ്റ്റിംഗ്, അങ്ങനെ നിരവധി ടെക്നിക്കുകൾ എന്തിനുപയോഗിക്കുന്നുണ്ട്? ഇൻവെന്ററി കൺട്രോളിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ് ആണ് ഇന്ററിം റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇന്ററിം റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫിനാൻഷ്യൽ ഇയറിനിടയിൽ തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടാണ് ഇന്ററിം റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ഇന്ററിം റിപ്പോർട്ട് എന്ന് പറയുന്നത്. അടുത്തതാണ് ടാക്സേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കാറുണ്ട്. ടാക്സ് പ്ലാനിങ്ങും മറ്റുമായിട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഇൻഫർമേഷൻസ് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. മറ്റൊന്നാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനുള്ളിലുള്ള ഒരു ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളും മറ്റും എക്സാമിൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് 9ാമത്തതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയും. അഥവാ ഫണ്ടിന്റെ പ്രൊക്യൂർമെന്റും ഫണ്ടിന്റെ മാക്സിമം യൂട്ടിലൈസേഷനും ഉൾക്കൊള്ളുന്ന ഒരു കോൺസെപ്റ്റാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അഥവാ പ്രൊക്യൂർമെന്റും അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. നെക്സ്റ്റ് ആണ് MIS എന്ന് പറയും. MIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നത്
മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു പാർട്ടാണ്. അഥവാ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും അതിനാവശ്യമുള്ളപ്പോൾ സപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇൻഫർമേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻറ്റയർ സിസ്റ്റമാണ് MIS എന്ന് പറയുന്നത്. MISന്റെ ഭാഗമായിട്ട് നിരവധി സബ് സിസ്റ്റംസും ഉണ്ടാകും. ഇത്രയുമാണ് പ്രധാനപ്പെട്ട മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ ഉള്ളത്. ഇത് കൂടാതെ നമുക്ക് വരുന്ന എക്സാമിന് കുറച്ച് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. ഒന്നാമത്തതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, അഥവാ വിവരങ്ങൾ കൈമാറുന്നു, ഡിസിഷൻ മേക്കിങ്ങിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, കൺട്രോളിങ്ങിന് സഹായിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എഴുതാവുന്നതാണ്. അതും സാധ്യതയുള്ള ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊന്നാണ് ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഒരു 4 പോയിന്റ് എങ്കിലും പഠിച്ചിട്ട് പോകേണ്ടതാണ്. മറ്റൊരു സാധ്യത ഉള്ള ഒരു ചോദ്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പം മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും, ഇത് ഒരു 3-4 പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ചോദ്യമാണ് റീസെന്റ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ നിലവിൽ പുതിയതായിട്ട് വരുന്ന അതിൻ്റെ ട്രെൻഡ് എന്തൊക്കെയാണെന്ന് ചോദിച്ചുകൊണ്ട് ഒരു എസ്സേ വരെ നിങ്ങൾക്ക് തിയറി ആയിട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കും. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ട്രെൻഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചുകൊണ്ട് ഒരു എസ്സേ പ്രതീക്ഷിക്കാം. പിന്നെ മറ്റൊരു ചോദ്യമാണ് യൂസസ്, അഡ്വാൻറ്റേജസ്, നീഡ്, ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഇതേത് ചോദ്യങ്ങൾ ചോദിച്ചാലും യൂസസ് ആയിക്കോട്ടെ, അഡ്വാൻറ്റേജസ് ആയിക്കോട്ടെ, നീഡ് ആയിക്കോട്ടെ, ഇമ്പോർട്ടൻസ് ആയിക്കോട്ടെ, ഇത് എല്ലാത്തിനും ഒരേ ഉത്തരം എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഇതൊരു 4 മാർക്ക് ചോദ്യത്തിന് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. അടുത്ത പ്രോബ്ലം അടങ്ങുന്ന ഒരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.